ഇന്ന് ലോക നാളികേര ദിനം. കേരളത്തിൻ്റെ കൽപ്പവൃക്ഷം, സംസ്കൃത പദം ശ്രീഫലം എന്നാണ്. കേരനിരകളാടും ഒരു ഹരിതചാരുതീരം എന്ന BR പ്രസാദിൻ്റെ വരികൾ എത്രയോ മനോഹരം. അങ്ങനെയുള്ള കേരള നാട്ടിൽ ഇന്ന് കേരവൃക്ഷത്തിൻ്റെ സ്ഥിതി എന്താണ് എന്ന ചോദ്യം നമ്മുടെ മനസ്സിൽ ഉയരുന്നുണ്ട്. എന്നാലും ലോകത്ത് ഏറ്റവും അധികം നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ 3-ാം സ്ഥാനത്താണ് ഭാരതം. ഭാരതത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിലും. ഈന്തപ്പന കുടുംബത്തിലെ അംഗമാണ് തെങ്ങ്. കൂടാതെ കൊക്കോസ് ജനുസിലെ ഏക ജീവജാലവുമാണ് തെങ്ങ്. ഭക്ഷണം, മരുന്ന്, ഇന്ധനം കൂടാതെ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ നിർമ്മാണത്തിന് വരെ നാളികേരം ഉപയോഗിക്കുന്നു. ജീവന്റെ വൃക്ഷമാണ് തെങ്ങ്. നാളികേരത്തിൻ്റെ ഉപയോഗവും അതിൽ സമൂഹത്തിൻ്റെ പ്രാധാന്യവും ബോധ്യപ്പെടുത്താൻ 2009 സെപ്റ്റംബർ 2 ഏഷ്യ പസഫിക് കോക്കനട്ട് കമ്മ്യൂണിറ്റിയാണ് ആദ്യത്തെ നാളികേര ദിന ആഘോഷം ആരംഭിച്ചത്. നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളിലും നാളികേരത്തിന് പ്രത്യേക സ്ഥാനമുണ്ട്. അതുപോലെ തന്നെ ബിസിനസ് രംഗത്തും വ്യാവസായിക രംഗത്തുമൊക്കെ വലിയ തൊഴിലവസരങ്ങൾ പ്രദാനം ചെയ്യുന്നതാണ് നാളികേരം. നാളികേര ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും പുതിയ കൃഷിരീതികളെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുന്നതിനും നിരവധി സെമിനാറുകളും ലോക നാളികേര ദിനത്തിൽ സർക്കാരിന് കീഴിൽ സംഘടിപ്പിക്കപ്പെടുന്നു. ഇന്നലകൾ ഇന്ന് പവേർഡ് ബൈ ഹോട്ടൽ ചിത്ര, പ്യുവർ വെജിറ്റേറിയൻ, മാർത്താണ്ഡം, കന്യാകുമാരി, നാഗർകോവിൽ.